ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വാഴക്കാലാണ്. അതായത് സിറ്റിക്ക് അകത്താണ് നമുക്ക് പ്രൊപ്പോസ്ഡ് വാഴക്കാലം മെട്രോ സ്റ്റേഷൻ ജസ്റ്റ് ഒരു 600 മീറ്റർ മാറിയിട്ടാണ് ഈ പ്രോജക്റ്റ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 1 ഏക്കർ ലാൻഡിലാണ്. സിറ്റിക്ക് അകത്ത് 1 ഏക്കർ ലാൻഡ് എനിക്ക് കിട്ടാനില്ല. ഹാവിങ് സംതിങ് വെരി ക്ലോസ് ടു ദ മെട്രോ സ്റ്റേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് നോ ഡേയ്സ്. നാളെ കൊച്ചി വളരുമ്പോൾ മെട്രോ ഇറ്റ്സ് വെരി ഹാർഡ് ടു കമ്മ്യൂട്ട് അല്ലേ. റോഡിൽ അത്രയും വണ്ടികളുണ്ട്. അപ്പോൾ അതൊരു ഇവൻ നമ്മൾ പോലും വണ്ടി മെട്രോയിൽ വെച്ചിട്ട് കാറ് വെച്ചിട്ട് മെട്രോ എടുത്ത് പിടിക്കുന്നതാണ് ലാഭം. ഇതിൻ്റെ 7000 സ്ക്വയർ ഫീറ്റ് നമ്മൾ അമ്യൂണിറ്റീസിന് വേണ്ടി വിട്ടേക്കുക. 7000 സ്ക്വയർ ഫീറ്റ്. അതിന് വേറൊരു പ്രത്യേകത ഈ 7000 സ്ക്വയർ ഫീറ്റ് നമ്മൾ ഈ അപ്പാർട്ട്മെന്റിൽ ലോഡ് ചെയ്തിട്ടില്ല. ഇറ്റ് കംസ് ഫ്രീ ആക്ച്വലി. നമ്മൾ ആ സ്ക്വയർ ഫീറ്റിൽ നോർമലി ആഡ് ചെയ്യേണ്ടതാണ്. വി ഡിഡ്ന്റ് ഡു ദാറ്റ്. അപ്പോൾ ഈ 7000 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സജി സാറേ, നമ്മുടെ അവസാനത്തെ വ്ലോഗ് നമ്മൾ ചെയ്തത് നമ്മുടെ ബിയോണ്ട് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റിന്റെ വ്ലോഗായിരുന്നു. ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളെ വിളിച്ചിരുന്നു. കാരണം ഇത് നമ്മുടെ ഹൈവേ ഫ്രണ്ടേജ് ആയിട്ട് വന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ സെയിൽ എടുക്കാൻ നമുക്ക് പറ്റി. നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു ആ ഒരു വ്ലോഗിനെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് ആസ് യൂഷ്വൽ ഇതിന്റെ ലൊക്കേഷനാണ്. ഹൈവേ ഫ്രണ്ടേജ് ആയിട്ട് നമുക്ക് കളമശ്ശേരിയിൽ മെട്രോനെ തൊട്ടടുത്ത്, കുസാറ്റ് മെട്രോനെ തൊട്ടടുത്ത് അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇല്ല, റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ഇല്ല. അപ്പോൾ നമുക്ക് വളരെ എനിക്ക് തോന്നുന്നു വിരലെണ്ണാവുന്ന അപ്പാർട്ട്മെന്റ്സുകളെ വിൽക്കാനുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സോൾഡ് ഔട്ട് ആയി. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പോൾ പിന്നെ അത്യാവശ്യം ഒത്തിരി അമ്യൂണിറ്റീസ് ഉള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലുള്ള ഫ്യൂച്ചറിസ്റ്റിക് അമ്യൂണിറ്റീസ് ഉള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. പിന്നെ നമ്മളിപ്പോൾ കല്ലിടൽ കഴിഞ്ഞ റീസെന്റ് നിമ്പി വീഡിയോ കണ്ടിട്ടുണ്ടാവും, അപർണദാസും. പിന്നെ നമുക്ക് വേറൊരു ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാളികപ്പുറം ഫെയിം ദേവനന്ദ, അദ്ദേഹം നമ്മുടെ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങിച്ചു. ഷി വാസ് ഓൾസോ പ്രസന്റ് ദർ ഇൻ ദ ഫംഗ്ഷൻ. അത് വളരെ ഭംഗിയായിട്ട് ആ ഫംഗ്ഷനും കഴിഞ്ഞു. ഇനി പണി തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. എത്രയും പെട്ടെന്ന് ഇനി അത് കസ്റ്റമറിന് കൊടുക്കാറാവട്ടെ എന്ന് പോകുന്നു. അങ്ങനെ എനിക്ക് കാണിപ്പോയർ സാറൊക്കെ വന്നിരുന്നു. ഞാൻ ആക്ച്വലി അന്ന് ഉണ്ടായിരുന്നില്ല സ്ഥലത്ത്, ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്ന് വിളിച്ച് പറഞ്ഞു എനിക്ക് എത്താൻ പറ്റിയില്ല. പക്ഷെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ അത് നടന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2025 എന്ന് പറഞ്ഞൊരു വർഷം കസാഡൽ ബിൽഡേഴ്സിനെ എടുക്കുകയാണെങ്കിൽ ഒത്തിരി ലോഞ്ചസ് നമ്മൾ ചെയ്തൊരു വർഷമാണ് അല്ലേ? ഈ ഒരു ലോഞ്ചുകളെല്ലാം നമുക്ക് വ്ലോഗ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ ഒരു ജേണി നോക്കുകയാണെങ്കിൽ ആ ജേണിയുടെ വെരി സ്റ്റാർട്ടിങ് സ്റ്റേജ് തൊട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വ്ലോഗ്സ് തുടങ്ങിയ ഒരു സമയം തൊട്ട് എനിക്ക് തോന്നുന്നു നമ്മളുടെ ആദ്യത്തെ വ്ലോഗൊക്കെ നമ്മൾ ഇൻട്രോ ഒക്കെ പറയുന്ന കസാഡലിൻ്റെ ഓഫീസിലിരുന്നിട്ടാണ്. അപ്പോൾ അന്നോട്ട് നമുക്കത് അസോസിയേറ്റ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ലോഞ്ച് നിങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തൊരു ബിൽഡറും കൂടി ആകുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം ഓരോ പ്രോജക്ട്സ് നിങ്ങൾ വരുന്നു, ഓരോരോ കോൺസെപ്റ്റ്സ് നിങ്ങൾ കൊണ്ടുവരുന്നു. ഇപ്പോൾ നമ്മുടെ ടൗൺ സീരീസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അതുപോലെ ഓരോന്നും ഇപ്പം നെക്സ്റ്റ് പ്രോഡിജി, ബിയോണ്ട് ഇൻഫിനിറ്റി, എല്ലാത്തിലും നമ്മൾ ഓരോ കോൺസെപ്റ്റ്സ് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ സെല്ല് ചെയ്യാനായിട്ട് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് അല്ലേ? നമ്മുടെ ഏറ്റവും പുതിയ ലോഞ്ച് നമ്മുടെ വാഴക്കാല വരുന്ന അവേക്കൻ ലിവിംഗ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇതുപോലൊരു കോൺസെപ്റ്റ് നിങ്ങൾ അതിൽ റെഡിയാക്കിയിട്ടുണ്ട് അല്ലേ? സോ അതിൻ്റെ ലൊക്കേഷനിൽ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഇത് മെയിൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വാഴക്കാലാണ്. അതായത് സിറ്റിക്ക് അകത്താണ് നമുക്ക് പ്രൊപ്പോസ്ഡ് വാഴക്കാലം മെട്രോ സ്റ്റേഷൻ ജസ്റ്റ് ഒരു 600 മീറ്റർ മാറിയിട്ടാണ് ഈ പ്രോജക്റ്റ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 1 ഏക്കർ ലാൻഡിലാണ്. സിറ്റിക്ക് അകത്ത് 1 ഏക്കർ ലാൻഡ് എനിക്ക് കിട്ടാനില്ല. വളരെ നമുക്ക് ഉണ്ടാകുന്ന പ്രോജക്റ്റുകളെല്ലാം 40 സെൻറ്റോ 50 സെൻറ്റോ ഒക്കെയാണ് ചെയ്യുന്നത്. ഇത് സിറ്റിക്ക് അകത്ത് 1 ഏക്കർ ലാൻഡിൽ എല്ലാ അമ്യൂണിറ്റീസ് ഇപ്പം ഒരു ഒളിച്ചു വെച്ച സാധനം എന്ന് പറയുന്നത് വെൽനെസ് നീവാണ് ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവേക്കൻ ലിവിംഗ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പം നമുക്ക് ഹെൽത്തും പിന്നെ തീർച്ചയായിട്ടും ഈവൻ നിമ്മിപ്പോൾ പറഞ്ഞ രാവിലെ ജിമ്മിൽ കാരണം ഇപ്പൊ ആളുകൾ കൂടുതലും ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി. ഇപ്പൊ നമ്മൾ പ്രോജക്ട്സിലാണെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ കൊച്ചി തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത്രമാത്രം ഹെൽത്ത് ക്ലബ്ബുകളാണ് ലോഞ്ച് ചെയ്യുന്നത് അല്ലേ? ഒരു സ്ട്രെച്ച് തന്നെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 10-20 ഹെൽത്ത് ക്ലബ്ബുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. പുതിയ ഹെൽത്ത് ക്ലബ്ബ്, പുതിയ മോഡൽ ഇന്റർനാഷണൽ ക്ലബ്സ്. അപ്പോൾ നമ്മൾ കുറേയും കൂടെ ഒരു ഹെൽത്തിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി. അപ്പൊ ആ ഒരു തീമിലാണ് ഈ ഒരു പ്രൊജക്ട് വരുന്നത് അല്ലേ? ഇതൊരു നമുക്കൊരു ഒരു ബാലൻസ് ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് വരുന്നത്. പിന്നെ ലൊക്കേഷൻ ഇമ്പോർട്ടൻസ് എഗെയിൻ നമുക്കിപ്പം ലുലുലാണെങ്കിലും പലരോടത്തേക്കാണെങ്കിലും ഇനി ഇൻഫോ പാർക്ക് കാക്കനാട് ഏരിയയിലാണെങ്കിലും ഇറ്റ്സ് ഇൻ ദ മിഡിൽ. പിന്നെ മെട്രോ കണക്ടിവിറ്റി, ഈവൻ ഇഫ് യു വാണ്ട് ഗോ ടു MG റോഡ് ഓർ ലൈക്ക് മെറൈൻ ഡ്രൈവ്, യു ഹാവ് മെട്രോ.
പിന്നെ ഇൻഫോ പാർക്കിലേക്ക് മെട്രോ എക്സ്റ്റെൻഡ് ആവുകയാണ്. ഇന്ന് കേട്ടായിരുന്നു അങ്കമാലിക്കും. അപ്പോൾ ഹാവിങ് സംതിങ് വെരി ക്ലോസ് ടു ദ മെട്രോ സ്റ്റേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് നൗ ഡേയ്സ്. ഇപ്പം നാളെ കൊച്ചി വളരുമ്പോൾ മെട്രോ ഇറ്റ്സ് വെരി ഹാർഡ് ടു കമ്മ്യൂട്ട് അല്ലേ, റോഡിൽ അത്രയും വണ്ടികളുണ്ട്. അപ്പോൾ അതൊരു ഈവൻ നമ്മൾ പോലും വണ്ടി മെട്രോയിൽ വെച്ചിട്ട് കാറ് വെച്ചിട്ട് മെട്രോ എടുത്ത് പിടിക്കുന്നതാണ് ലാഭം. ആ ഒരു ലൊക്കേഷന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു മെട്രോന്റെ അടുത്തുള്ള പ്രോജക്ട്സ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഗ്രോത്ത് ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പൊ നമ്മൾ തന്നെ ടൗൺ ഹില്ലിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ഇറ്റ്സ് ജസ്റ്റ് 50 meters ഫ്രം മെട്രോ സ്റ്റേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ടൗൺ ഹില്ലിൽ ഇൻവെസ്റ്റ് ചെയ്തത്. കാരണം നമുക്കറിയാം ഫ്യൂച്ചർ എന്തായാലും ആളുകൾ മെട്രോ കൂടുതലും യൂസ് ചെയ്തു തുടങ്ങും. പോവാനാണെങ്കിലും വരാനാണെങ്കിലും ഇപ്പൊ പ്രായമുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ നോക്കി നിൽക്കണ്ട, മെട്രോ എടുത്തവർക്ക് പോവാം വരാം, വളരെ കംഫർട്ടബിൾ ആണ്, വളരെ സേഫ് ആണ്. അപ്പൊ ഈ ഒരു 600 meters ഫ്രം മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലോഞ്ചിങ് സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു പ്രൊജക്ട് ആയിരിക്കും തന്നെയാണ് എന്റെ വിശ്വാസം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ. അപ്പൊ സാറ് പറഞ്ഞു നമ്മുടെ ഈ ഒരു അവേക്കൻ ലിവിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് പ്രോജക്ട് കൂടുതലും വെൽനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അല്ലേ? അപ്പോൾ അതിന്റെ ആ പ്രോജക്ട് ഡീറ്റെയിൽസിനെ കുറിച്ച് ഒന്ന് പറയാമോ? ലൈക്ക് നമുക്കിപ്പോൾ എത്ര അപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട്, ഏതൊക്കെ ടൈപ്പാണ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതിന് നമുക്ക് ആസ് എ സെഡ് ഇതൊരു 1 acre ലാൻഡിൽ നമുക്ക് 3 ടവറുകളാണ് വരുന്നത്. 3 ടവറിൽ നമുക്ക് ഫസ്റ്റ് ടവറാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തേക്കുന്നത്. അത് 40 അപ്പാർട്ട്മെന്റുകളാണ് അതിനകത്തുള്ളൂ. 2ഉം 3ഉം മാത്രമേ ഉള്ളൂ. നമുക്ക് 2 BHK വരുന്നത് ഒരു 935 square feet തൊട്ട് ഒരു 1042 വരെയുള്ള ടൈപ്സ് ആണ് വരുന്നത്. 3 BHK വരുന്നത് 1306 square feet. അത്യാവശ്യം വളരെ സ്ക്വയർ ഫീറ്റ് തന്നെ 2 BHK ഇറ്റ്സ് എ ഗുഡ് സ്പേസ്. അത്യാവശ്യം വലിയ ഇത് തന്നെയാണ് വരുന്നത്. കാരണം എനിക്ക് മിക്ക പ്രൊജക്ട്സിലും 3 bedroom നമുക്ക് 900 square feet വരുന്നുണ്ട് അല്ലേ? അപ്പൊ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല പ്ലാനുമാണ്. നമുക്ക് വാസ്തു കംപ്ലൈന്റ് ആയിട്ടുള്ള പ്ലാനാണ്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും നല്ല ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള, നമുക്കറിയാലോ ദ വേ വി ഡു ഇറ്റ്. അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇനീഷ്യലി ബുക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2 2 BHK എടുത്തിട്ട് 4 BHK ആക്കാം, അങ്ങനെ പറ്റും? തീർച്ചയായിട്ടും നമുക്ക് 2 അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള 2 BHK നമുക്ക് 4 BHK അല്ലെങ്കിൽ വലിയ 3 BHK ആക്കണം, അങ്ങനെയും നമുക്ക് ചെയ്യാം. നമുക്ക് ഓഫ് പ്ലാൻ ആണല്ലോ ഉള്ളത്, നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് വാൾ ഷെയറിംഗ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. നമ്മൾ ലൈറ്റും എയറും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ അപ്പാർട്ട്മെന്റും നമുക്ക് വി ഹാവ് സ്പേസ് ഇൻ ബിറ്റ്വീൻ. നമ്മൾ അങ്ങനെയാണ് പ്രൊജക്ട് ചെയ്തേക്കുന്നത്. ഈവൻ നമ്മൾ TNP നെക്സ്റ്റ് പ്രോജക്റ്റിലൊക്കെ ചെയ്ത പോലെ അങ്ങനെ സ്പേസ് ഇട്ടിട്ട് തന്നെ ഇതും ചെയ്തിരിക്കുന്നത് അല്ലേ? പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരുമ്പം ഇത് വെരി ലോഞ്ചിങ് സ്റ്റേജിലാണല്ലോ. അപ്പൊ നമ്മൾ നോർമലി ഏത് പ്രോജക്റ്റ് നമ്മൾ വ്ലോഗ് ഇടുമ്പോഴും നമ്മളുടെ ആ ഒരു സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും നിങ്ങൾ എന്തായാലും നമുക്കൊരു ഓഫർ തരാറുണ്ട് ഒരു സെർട്ടൻ ഒരു പീരീഡ് ഓഫ് ടൈമിൽ അല്ലേ? അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിന്റെ എന്താണ് ലോഞ്ചിങ് പ്രൈസ്, എന്താണ് നമ്മുടെ ഓഫർ? അതിനും ഇത് ലോഞ്ച് ചെയ്തെങ്കിൽ വളരെ ഒരു നോമിനൽ പ്രൈസിലാണ്. നമുക്ക് 6750 6750 രൂപയാണ് നമ്മുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ്. ആസ് എ സെഡ് ഓൾവേസ് നമ്മൾ നിമിക്കൊരു സ്പെഷ്യൽ റേറ്റ് ഉണ്ട്. നമുക്കൊരു ഡേറ്റ് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലി ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പോൾ നമുക്കൊരു ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ പോലെ നമുക്കൊരു January 31st വരെ ഒരു 6500 നമുക്ക് ചെയ്യാം. നമുക്ക് 2 bedroom വരുന്നത് ഓൾമോസ്റ്റ് ഒരു 70 lakhs ഓൺവേർഡ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു റേഞ്ചിൽ സിറ്റിക്ക് അകത്ത് എനിക്ക് തോന്നുന്നു അതൊരു ബെറ്റർ പ്രൈസ് ആണ് ഇപ്പോഴത്തെ ഒരു കൊച്ചി മാർക്കറ്റ്. തീർച്ചയായിട്ടും 2 BHK ഒരു 70 lakhs എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു നല്ലൊരു ബിൽഡർ ആ ഒരു പ്രൈസിന് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അങ്ങനെ തന്നെ ആ ലെവലിൽ എത്തി കാര്യങ്ങൾ. സോ അതൊരു നല്ല റേറ്റ് ആയിട്ട് തന്നെയാണ്. ഓക്കെ. അതുപോലെ നമ്മളിപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ സാർ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു മേജർ ഫീച്ചറായിട്ട് സാറിന് എന്തായിരിക്കും പറയാനുണ്ടാവും? നമുക്ക് 2-3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ദ ലൊക്കേഷൻ in the heart of the city, very close to metro, very close to everything. നമുക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫോ പാർക്ക് ആയാലും ലുലു ആയാലും മെറൈൻ ഡ്രൈവ് ആയാലും ഇറ്റ്സ് വെരി ക്ലോസ് ബൈ ആണുള്ളത്. അതാണ് ഒരു മെയിൻ കാര്യം. പിന്നെ 1 acre ഇങ്ങനൊരു പ്രൊജക്റ്റ് നമുക്കില്ല എന്ന് തന്നെ പറയാം, ഇത്രയും ഇതല്ല. പിന്നെ ഒന്നുള്ളത് നമ്മുടെ ഒരു നേച്ചർ ഫ്രണ്ട്ലി എന്നുള്ള രീതിക്ക് നമ്മൾ ഇപ്പം നമ്മുടെ എല്ലാ ബിൽഡിങ്ങുകളും നമ്മളിപ്പം പുറത്തും ബ്ലോക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതൊന്ന് നേച്ചർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്താണ്. വി ഡോണ്ട് യൂസ് സിമെന്റ് ബ്ലോക്സ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ വെൽനസ് തീം, കാരണം ഇപ്പോഴത്തെ മനുഷ്യർക്ക് ആവശ്യമുള്ള ജനറേഷൻ ആവശ്യമുള്ളത്. അപ്പോൾ എല്ലാവരും ഈവൻ ഏജ് ആയവരും അപ്പോൾ അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തി നിൽക്കണം. അപ്പം വെൽനസ്, യു തിങ്ക് അബൌട്ട് വാട്ട് അമ്യൂണിറ്റീസ് യു വാണ്ട് ഫോർ വെൽനസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു പ്രോജക്റ്റ് തന്നെയാണ് അവേക്കൻ ലിവിംഗ്. ഇപ്പം നമ്മുടെ ഈ അവേക്കൻ ലിവിംഗ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് അത് സാർ പറഞ്ഞു ഓൾമോസ്റ്റ് ഒരു 40+ അമ്യൂണിറ്റീസ് ലോഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണെന്ന്. അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു മേജർ അമ്യൂണിറ്റീസ്?
അമ്യൂണിറ്റീസ് അതാണ് ഞാൻ പറഞ്ഞത് 40% നമ്മൾ എണ്ണുകയെന്ന് വെച്ചാൽ ഇറ്റ്സ് എ എബണ്ടന്റ് ടാസ്ക്. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇതിന്റെ 7,000 സ്ക്വയർ ഫീറ്റ് നമ്മൾ അമ്യൂണിറ്റീസിന് വേണ്ടി വിട്ടേക്കുക, 7,000 സ്ക്വയർ ഫീറ്റ്. അത് അതിന് വേറൊരു പ്രത്യേകത തന്നെ ഈ 7,000 സ്ക്വയർ ഫീറ്റ് നമ്മൾ ഈ അപ്പാർട്ട്മെന്റിൽ ലോഡ് ചെയ്തിട്ടില്ല. ഇറ്റ് കംസ് ഫ്രീ ആക്ച്വലി. നമ്മൾ ആ സ്ക്വയർ ഫീറ്റിൽ നോർമലി ആഡ് ചെയ്യേണ്ടതാണ്, വി ഡിഡ്ന്റ് ഡു ദാറ്റ്. അപ്പോൾ ഈ 7,000 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്തു. ഇത് കൂടാതെ നമ്മൾ ടോപ്പില്, ബിൽഡിങ്ങിന്റെ ടോപ്പില് പിന്നെ ജാക്കുസിയും ഒരു ബട്ടർഫ്ലൈ പാർക്കും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒന്ന് അതിനകത്തുള്ളത് ഒരു 200 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഹാള് വി ഹാവ് സെറ്റ്. കാരണം ഒരു എൻറ്റയർ മീറ്റിംഗ് നടത്താൻ ഇതൊക്കെ എനിക്ക് തോന്നുന്നില്ല ഒരു നോർമൽ ബിൽഡിങ്ങിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. 200 ആൾക്കാർക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന ഹാള്. പിന്നെ ആസ് ഐ സെഡ് നോർമൽ കാര്യങ്ങളെല്ലാം ഉണ്ട്, ജിം, പൂള്. പിന്നെ നമുക്ക് സ്പോർട്സ് ടീം ആയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പോർട്സ് ലൈബ്രറി വി ആർ സെറ്റിംഗ് ഇറ്റ്. പിന്നെ സൈക്കിൾസ്, പിക്കിൾ ബോൾ കോർട്ട്, ക്രിക്കറ്റ് പിച്ച്, ബാസ്കറ്റ് ബോൾ റിങ്, യു നെയിം ഇറ്റ്. നമുക്കൊരു എന്താ പറയുക, ഒരു മെഡിറ്റേഷൻ, യോഗ, ഓൾ ദീസ് തിങ്സ് ആർ ദർ. അതുകൂടാതെ നമുക്കൊരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ആയുർവേദ മസാജ് പോലെയുള്ള പരിപാടികൾക്ക് സോന, ഇങ്ങനെ എണ്ണിയാ തീരാത്ത അത്ര നമ്മള് അതിനകത്ത് കൊള്ളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അമ്യൂണിറ്റീസ് ഉള്ള ഒരു പ്രൊജക്ട് ആണെന്ന് പ്രോബബ്ലി നമ്മള് ഇപ്പൊ നമ്മളുടെ ഏത് പ്രോജക്ട്സിലും നമ്മൾ ഒത്തിരി അമ്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു 40 നമ്പേഴ്സ് കേട്ടതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അല്ലേ? ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് സാൻഡ് പിറ്റ് നമ്മൾ നെക്സ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ ദാറ്റ് ഈസ് വൺ തിങ് ദേ മിസ്, അല്ലെ? മണ്ണ് കളിക്കാന്നുള്ളത് നമ്മുടെ പഴയ വി ഹാവ് എ സാൻഡ് പിറ്റ്, വി ഹാവ് എ ക്ലൈംബിംഗ് വോൾ, we have a small pool for them, we have a library, separate library for them, mini library. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇത് എണ്ണാൻ പറ്റില്ല, അത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ശരി സാറേ, കസാഡൽ ബിൽഡേഴ്സിന്റെ ശരിക്കും പറഞ്ഞ ഏറ്റവും ഹിറ്റായ ഒരു സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ടൗൺ സീരീസ് ആയിരുന്നു, അല്ലേ? അപ്പോൾ അത് നമ്മൾ 10 എണ്ണമാണ് പ്ലാൻ ചെയ്തത്. എനിക്ക് തോന്നുന്നു 6 എണ്ണത്തോളൊക്കെയാണ് ഇപ്പം ലൈവായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഹാൻഡിങ് ഓവർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഒന്ന് പറയാമോ? നമ്മൾ ഈ ടൗൺ സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു കൺസെപ്റ്റാണ്. ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റിന് വലിയ റെന്റൽ റിട്ടേണും ഹൈ ക്യാപിറ്റൽ അപ്രീസിയേഷനും, ഇത് രണ്ടും ഉള്ള പ്രൊജക്റ്റാണ് ടൗൺ സീരീസ്. ടൗൺ സീരീസ് എന്ന് പറയാൻ തന്നെ കാരണം അതിൻ്റെ ലൊക്കേഷനാണ്, ടൗണിലാണ് മിക്കതും. വെരി ക്ലോസ് ടു ദ ഹൈവേ, വെരി ക്ലോസ് ടു ദ മെട്രോ. പിന്നെ നമ്മളൊന്ന് ചെയ്തത് ക്ലോസ് ടു ഇൻഫോ പാർക്ക്, ഇങ്ങനെയുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ ചെയ്ത ടൗൺ വാക്ക് എന്ന പ്രൊജക്റ്റാണ്. നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തു. പീപ്പിൾ ആർ ലിവിങ് സ്റ്റേ ഹാപ്പി എന്ന് പറയുന്ന പോലെ ലിവിങ് ഹാപ്പിലി. അത്യാവശ്യം നല്ല റെന്റൽ റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു റെഗുലർ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഈ പ്രോജക്റ്റിലെല്ലാം. നമ്മുടെ ഒരു പ്രൊജക്ട് എടുത്തവരല്ല, നമ്മുടെ വില്ല എടുത്തവരൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ്, ഇൻക്ലൂഡിങ് നിമ്മി. നമുക്കല്ല 2 അപ്പാർട്ട്മെന്റ് നമുക്ക് ടൗൺ ഹില്ലിലുണ്ട്. രണ്ടാമത് ചെയ്ത് നമ്മൾ പ്രൊജക്ട് ഒന്ന് ടൗൺ ഹില്ലാണ്. അതിപ്പം ഓൾമോസ്റ്റ് സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി. നമ്മുടെ അപ്പാർട്ട്മെന്റ് ഈസ് ഗെറ്റിംഗ് റെഡി. 1-2 മാസത്തിനകത്ത് നമുക്ക് ചാവി തരാൻ പറ്റും. പിന്നെയുള്ളൊരു ടൗൺ സ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഹോട്ടൽ ചെയ്തിരുന്നു. അത് നമ്മളൊരു ഏകദേശം 50 റൂമുകളുള്ളതാണ്. അതിൻ്റെയും നമുക്ക് ജാനുവരി തൊട്ടിട്ട് അത് ഹോട്ടൽ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഓണേഴ്സിനെല്ലാം ഇതുപോലെ റെന്റൽ റിട്ടേൺ വരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ ക്യൂൻസ് ടൗൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻഫോ പാർക്കിൻ്റെ അവിടെ ലേഡീസിന് വേണ്ടിയിട്ട് ഒരു അപ്പാർട്ട്മെന്റ്, അതും ഇതുപോലെ നമ്മൾ ഇൻ ടോക്ക് വിത്ത് ലീസിങ്. അതും ഒരു 2-3 മാസം കൊണ്ട് അതും നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും. പിന്നെ ടൗൺ കാസിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കളമശ്ശേരിയുള്ള നമ്മുടെ മുനിസിപ്പാലിറ്റിന് തൊട്ടടുത്തുള്ള ഹൈവേ ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന അപ്പാർട്ട്മെന്റും സ്ട്രക്ചർ കഴിഞ്ഞു ഒരു 3-4 മാസത്തിനകത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ്. ഇതെല്ലാം ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ എനിക്ക് തോന്നുന്നു വളരെ ഒരു 30 ലക്ഷം രൂപ തൊട്ടിട്ട് ഒരു 55 lakhs വരെ, 30 to 50 lakhs. അതെ, ഇതിനകത്ത് ഒരു ഹൈ റെന്റൽ റിട്ടേൺ ആണ് ഇതിന്റെ ഒരു പ്രത്യേകത. മന്ത്ലി യു ഗെറ്റ് മണി. എന്താ പറയുക, ഇനി ഒരു 3-4 മാസത്തിനകത്ത് നമുക്ക് ആ പൈസ കിട്ടി തുടങ്ങാവുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഒരു നോർമൽ റേറ്റിൽ ഉള്ളൊരു പ്രോജക്റ്റ് ആണ് ടൗൺ സീരീസ്. നമ്മൾ ഈ ടൗൺ സീരീസിൽ ഇപ്പോൾ സാർ പറഞ്ഞല്ലോ ഒരു 30 to 55 lakhs ഇടയിലാണ് നമുക്ക് ബഡ്ജറ്റ് റേഞ്ച് വരണേന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു പ്രോജക്ട്സിലൊക്കെ ഇനി നമുക്ക് അവൈലബിലിറ്റി എത്രയൊക്കെ വരുന്നുണ്ട്? നമുക്ക് വളരെ വിരലുണ്ടാവുന്ന, ഇപ്പോൾ ടൗൺ സ്യൂട്ട്സിലാണെങ്കിൽ നമുക്കൊരു 50+ ആണുള്ളത്. അതിനകത്ത് എനിക്കൊന്നൊരു 4 എണ്ണം നമുക്ക് ബാക്കിയുണ്ട്. ടൗൺ കാസിൽ നമുക്ക് ഒരു അപ്പാർട്ട്മെന്റേ ഉള്ളൂ. നിമ്മയുടെ ടൗൺ ഹില്ലിൽ നമുക്ക് ഒരു അപ്പാർട്ട്മെന്റേ ഉള്ളൂ. ക്യൂൻസ് ടൗണിൽ നമുക്കൊരു 3 അപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ഇതെല്ലാം ഈ ഒരു റേഞ്ചിൽ വരുന്ന, ഇതെല്ലാം വരുന്ന പ്രോബ്ലം മാസങ്ങൾ നമുക്ക് റെന്റൽ റിട്ടേൺ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളൊരു പ്രൊജക്ട് ചെയ്ത് ഒപ്പേറ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ലീസ് ഔട്ട് ചെയ്തു. ഓൾറെഡി ഒരു ആയുർവേദ ഹോസ്പിറ്റലിന് വേണ്ടി ലീസ് ഔട്ട് ചെയ്തു. ഇത്രയുമാണ് നമുക്ക് ടൗൺ സീരീസ്. ഇപ്പൊ നമ്മൾ ടൗൺ സീരീസിന്റെ ഭാഗമായിട്ടുള്ള പ്രോജക്ട്സ് അല്ല. പിന്നെ എനിക്ക് തോന്നുന്നു അടുത്ത വർഷം ആകുമ്പോൾ ഉണ്ട് നമുക്ക് ഇനിയും പ്രൊജക്ടുകൾ വരുന്നുണ്ട്. ഹൈവേ ഫ്രണ്ടേജ് തന്നെ നിമി, വെൻ യു ട്രാവൽ ഫ്രം ആലുവ ടു പ്രോബ്ലി മരള്, നമുക്ക്
7-8 പ്രോജക്റ്റുകൾ ഹൈവേ ഫ്രണ്ടേജ് വരുന്നുണ്ട്. ആലുവ നമ്മുടെ ചാച്ചു വിവാന്ത വരുന്നുണ്ട്, മാർത്താണ്ഡപുരം പാലത്തിൻ്റെ അപ്പുറത്ത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ലാൻഡിൽ കസാഡലിൻ്റെ പ്രൊജക്റ്റ് വരുന്നുണ്ട്. പിന്നെ വെൻ യു ട്രാവൽ ഡൗൺ നമുക്ക് കളമശ്ശേരിയിൽ ഇപ്പോൾ 2 പ്രൊജക്റ്റായി, ടൗൺ ഹില്ലായി, അതുപോലെ നമുക്ക് ടൗൺ സ്യൂട്ട്സായി. വെൻ യു കം ഫോർവേഡ് അഗെയിൻ കളമശ്ശേരി മെട്രോൻ്റെ അടുത്തായിട്ട് ടൗൺ കാസിൽ പണി കഴിഞ്ഞു, സ്ട്രക്ചറായി. ബിയോണ്ട് ഇൻഫിനിറ്റി ഇറ്റ്സ് ഓൺ ദ ഹൈവേ അഗെയിൻ യു ഗോ ഫോർവേഡ്. എടപ്പള്ളി കഴിഞ്ഞിട്ട് നമ്മൾ ഹോൾഡേയും കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഫ്രണ്ട് പോകുമ്പോൾ അവിടെ ഒരു പ്രൊജക്റ്റ് ബോർഡ് വെച്ച് കാണാം, സിൽക്കി അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഗോയിങ് ഫോർവേഡ് നമ്മുടെ പാലവട്ടം പാലം കയറുന്ന അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ബിൽഡിംഗ് പെർമിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. മരടിൽ ഓൺ ദ ഹൈവേ നമ്മുടെ കിയ ഷോറൂം കഴിഞ്ഞിട്ട് ബെൻസിൻ്റെ ഷോറൂമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ വരച്ചു തുടങ്ങി, പ്ലാനൊക്കെ ആയി. അവിടെ ഒരു പ്രൊജക്റ്റ് വരുന്നു. മരട് തന്നെ വേറൊരു ഹൈവേ ഫ്രണ്ടേജ്, വേറെ ലാൻഡ് ഓൾമോസ്റ്റ് ഫൈനലൈസ് ആയി നിൽക്കുന്നു. ഇങ്ങനെ ഹൈവേ സൈഡ് നമുക്കൊരു 7 പ്രോജക്റ്റുകൾ ദൈവം സഹായിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2026 കുറേ പ്രോജക്ട്സ് ഒത്തിരി പ്രൊജക്ട് കാലിക്കറ്റും അതുപോലെ ട്രിവാൻഡ്രത്തൊക്കെ ലാൻഡ് ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ നിൽക്കുന്നു. അവിടെയും വരികയാണ് സൂൺ. പിന്നെ ദുബായിൽ നമ്മളൊരു ഓഫീസ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. പ്രോബ്ലി നെക്സ്റ്റ് ഇയർ ആദ്യം നമുക്കത് ഓപ്പൺ ആക്കാം. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇത്രയും നാളത്തെ ഒരു ജേണി അല്ലേ, ഈ ഒരു 10 വർഷത്തെ ഒരു ജേണി എന്ന് പറയുമ്പോൾ അതെനിക്ക് തോന്നുന്നു ഓരോ വർഷവും നമ്മൾ ഓരോരോ കാര്യങ്ങൾ പുതിയതായിട്ട് കോൺസെപ്റ്റ്സ് ആയിട്ടും എല്ലാം ആഡ് ചെയ്ത് കസാഡല് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. 20 പ്രോജക്റ്റുകൾ നമ്മൾ അവേക്കൻ ലിവിംഗ് എന്ന് പറയുന്ന 20th പ്രോജക്റ്റ്, അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. 10th ഇയറിൽ 20th പ്രോജക്റ്റ് എല്ലാം ദൈവാനുഗ്രഹം. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ഓഫ് കോഴ്സ് എല്ലാവരും, നമ്മുടെ വെൻഡേഴ്സ്, കോൺട്രാക്ടേഴ്സ്, ഇവരുടെ എല്ലാം ഹെൽപ്പ് ഇല്ലാതെ നമ്മുടെ കസാഡൽ ആസ് എ ഫാമിലി അല്ലേ, പിന്നെ നിമ്മയെ പോലുള്ള ആൾക്കാർ, ഇവരൊന്നും ഇല്ലാതെ ഇറ്റ്സ് വെരി ഹാർഡ് ടു ഗോ ഫോർവേഡ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബീയിങ് ദ പാർട്ട് ഓഫ് അവർ ജേർണി. യെസ്, 2026 നമ്മുടെ ഒത്തിരി പ്രൊജക്ട്സ് ലോഞ്ച് ചെയ്യാൻ നിൽക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വ്ളോഗ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ സാറിനും കസാഡലിനും അതുപോലെ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും ന്യൂ ഇയറും ആശംസിക്കുന്നു. നിമ്മി പറഞ്ഞ പോലെ ഒത്തിരി പ്രൊജക്റ്റുകൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഒരുപാട് പ്രൊജക്റ്റുകൾ നെക്സ്റ്റ് ഇയർ വരാനുണ്ട്. അപ്പോൾ എൻ്റെയും നിമ്മിക്കും ഫാമിലിക്കും നിമ്മിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഇവൻ കസാഡലിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും എവ്രിവൺ എല്ലാവർക്കും മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഫ്രം കസാഡൽ ഫാമിലി. താങ്ക് യു സോ മച്ച്.